ക്രിസ്മസ് ദാ പറയുന്നതിന് മുമ്പ് ഇപ്പം എത്തും. ഞങ്ങളിതാ പുൽക്കൂട് കെട്ടുന്ന തിരക്കില്ല, ഞങ്ങളല്ല അവൻ, ഞാൻ കണ്ടു നിൽക്കുന്ന തിരക്കിലും. അങ്ങനെ വിപ്പി അവിടെ കമ്പെല്ലാം റെഡിയാക്കി ഇതാ കൊണ്ടുവന്ന് കുഴിക്കുകയാണ്. പയ്യെ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എല്ലാം കെട്ടി റെഡിയാക്കി. നമ്മൾ കച്ചി മേടിച്ചത് തൊട്ടടുത്ത ദിവസമായിരുന്നു. അന്ന് കൊണ്ടുവന്ന് പിന്നെ ആ കച്ചിയും വെച്ച് അതും സെറ്റാക്കി. അത് കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത ദിവസം ചോയ്സിലോട്ട് പോയി. നമുക്ക് അത് ഡെക്കറേറ്റ് ചെയ്യാൻ സാധനങ്ങൾ വേണമല്ലോ, അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ചോയ്സിലോട്ടാണ് പോയത്. അവിടെ അത്യാവശ്യം വിലക്കുറവിൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പുൽക്കൂടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് മേടിച്ചു. ഇത്ര ഐറ്റമാണ് മേടിച്ചത്. വീട്ടിൽ കൊണ്ടുവന്ന് മേടിച്ചതെല്ലാം ഉണ്ടോയെന്ന് നമ്മളതൊന്ന് ചെക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ ഡെക്കറേഷൻ പണിയിലോട്ട് കടന്നു. ഓരോന്ന് അതേ സ്ഥാനത്ത് എടുത്ത് വെക്കാൻ നമ്മുടെ കൂടെ സഹായിക്കാൻ പവിയുണ്ടേ. എനിക്കിത് കെട്ടുന്നതിനെ പറ്റി ഒരു ABCD അറിയത്തില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കെട്ടുന്നതും ഡെക്കറേറ്റ് ചെയ്യുന്നതും എല്ലാം. വിപ്പി അവരുടെ വീട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവൻ ഇതിനെപ്പറ്റി എല്ലാ കാര്യവും അറിയാമായിരുന്നു. പുൽക്കൂടൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഡെക്കറേഷൻ്റെ ബാക്കി കുറച്ച് ഐറ്റംസും കൂടെ നമുക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ അവിടുത്തെ ചെടിയിലൊക്കെ തൂക്കിയിട്ടു. അതും നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ അവസാനം കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ സ്റ്റാറിലോട്ട് പോയി. അത് വിപ്പി ചെറുതായിട്ട് താഴെ വീണപ്പോൾ അതിൻ്റെ കൂർത്തിരിക്കുന്ന സംഭവമില്ലേ, അത് കുറച്ച് ചളുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ മേലെ വെച്ച് കെട്ടി താണ്ട തൂക്കിയിട്ടേക്കുന്നുണ്ടോ. സ്റ്റാർ റെഡിയായി, ലൈറ്റൊക്കെ കൊടുത്തു, നമ്മുടെ പുൽക്കൂടിന് ലൈറ്റൊക്കെ കൊടുത്തു. അവസാനം താണ്ട് ഇതാണ് റിസൾട്ട്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.